ഹായ് ബൈസ്, നിങ്ങളുടെ ചാനലായ സെൻട്രി ശാല ബൈസ് സെൻട്രൽ സിറ്റിയിലേക്ക് വീണ്ടും സ്വാഗതം. എൻ്റെ പേര് അനോജ്. നിങ്ങളുടെ ചാനൽ പാർട്ട്ണറുടെ ടെക് കെയർ ഓഫ് ആണ്. അതുപോലെ ഞാൻ സെൻട്രൽ സിറ്റിയിലെ ട്രെയിനിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡാണ്. ആദ്യം തന്നെ ഞങ്ങൾ PMSൻ്റെ വീഡിയോസ് തയ്യാറാക്കിയതും MS-ൻ്റെ കരിക്കുലം മുഴുവൻ 12 ചാപ്റ്ററുകളും അപ്ലോഡ് ചെയ്തതും അതിന് ലഭിച്ച മികച്ച പ്രതികരണത്തിന് എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി പറയണം. ഞങ്ങളുടെ വീഡിയോയ്ക്ക് 3 ലക്ഷത്തിലധികം വ്യൂസ് ലഭിച്ചിട്ടുണ്ട്. അതിനാൽ എല്ലാവർക്കും വളരെ നന്ദി. ഇന്ന് മുതൽ നമ്മൾ ഒരു പുതിയ സീരീസ് ആരംഭിക്കാൻ പോകുകയാണ്. അതായത് സ്പെഷ്യലൈസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട്സ് എന്നത് സെബി പുതിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ക്ലാസ് ആയി അവതരിപ്പിച്ചിരിക്കുന്നു. ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഡക്റ്റ് അതിനെക്കുറിച്ചും അതിൻ്റെ മുഴുവൻ കരിക്കുലം വീഡിയോകളും നമ്മൾ ഉണ്ടാക്കും. പക്ഷേ ഇന്നത്തെ വീഡിയോയുടെ വിഷയം ടിപ്സ് ആൻഡ് ട്രിക്സ് ടു പാസ് സെഫ് എക്സാം ആണ്. നിങ്ങൾ ശരിയായി കേട്ടു. സെഫ് എക്സാം പാസ്സാക്കാൻ വേണ്ട ടിപ്സ് ആൻഡ് ട്രിക്സ്. ഇതിൽ ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാം, ചില ടിപ്സ്, ചില ട്രിക്സ്. ഇവ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ എക്സാം പാസ്സാക്കാൻ കഴിയും. വിശ്വസിക്കൂ, ഈ ടിപ്സ് ആൻഡ് ട്രിക്സ് വീഡിയോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അതിനാൽ ദയവായി ഈ വീഡിയോ ശ്രദ്ധയോടെ കേൾക്കൂ. നിങ്ങൾക്കും സേഫ് എക്സാം ക്ലിയർ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ. കാരണം ഇപ്പോൾ കാണുന്നത് 10 പേരിൽ ഒരാൾക്ക് മാത്രമാണ് ഈ എക്സാം പാസ്സാക്കാൻ കഴിയുന്നത്. അതിനാൽ ഇത് വളരെ കഠിനമായ ഒരു എക്സാം ആണ്. പക്ഷേ അതിനായി നല്ല രീതിയിൽ പ്രിപ്പറേഷൻ, ടിപ്സ്, ട്രിക്സ് പ്ലസ് ന്യൂമെറിക്കൽസ് എല്ലാം വളരെ മനസ്സിലാക്കി പഠിക്കണം. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് പാസ്സാക്കാൻ കഴിയൂ. നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് സേഫ് എക്സാം എന്താണ്, ഇത് എന്തിനാണ് ലോഞ്ച് ചെയ്തെന്നും ആരാണ് ഈ എക്സാം എഴുതാൻ യോഗ്യരെന്നുമാണ്. സേഫ എന്നതിൻ്റെ ഫുൾ ഫോം സ്പെഷ്യലൈസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട്സ് എന്നാണ്. സെബി പ്രത്യേകമായി പുറത്തിറക്കിയ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഡക്റ്റ് ആണ് ഇത്. ഇതിൽ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് 10 ലക്ഷം രൂപയാണ്. ഇവിടെ ഫണ്ട് മാനേജർക്ക് ഡെറിവേറ്റീവ്സ് ഉപയോഗിക്കാൻ കഴിയും. അതിനാൽ ഫണ്ട് മാനേജർ ഡെറിവേറ്റീവ്സ് അതിനാൽ ഈ സാഹചര്യത്തിൽ നമുക്ക് ഡെറിവേറ്റീവ്സ് എന്താണ് എന്നത് അറിയുന്നത് വളരെ പ്രധാനമാണ്. കാരണം സെഫ് എക്സാമിൻ്റെ മുഴുവൻ കരിക്കുലം തന്നെ ഡെറിവേറ്റീവ്സിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഈ എക്സാം 3 പുസ്തകങ്ങൾ ചേർത്ത് തയ്യാറാക്കിയതാണ്. നേഴ്സൺ സീരീസ് A എന്നത് ഇക്വിറ്റി ഡെറിവേറ്റീവ്സ് ആണ്. അതിൻ്റെ മുഴുവൻ പുസ്തകവും ഇതിൽ ഉൾപ്പെടും. നേഴ്സ്മെൻ്റെ കറൻസി ഡെറിവേറ്റീവ് എക്സാം അതും ഇതിൽ ഉൾപ്പെടും. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് ഡെറിവേറ്റീവ്സും ഇതിൽ ഉൾപ്പെടും. ഈ 3 പുസ്തകങ്ങൾ ചേർത്ത് ഒരുമിച്ച് ഈ ഒരു എക്സാം തയ്യാറാക്കിയതാണ്. 150 മാർക്കുള്ള 3 മണിക്കൂർ ദൈർഘ്യമുള്ള എക്സാം ആണ് ഇത്. ഓരോ തെറ്റായ ഉത്തരങ്ങൾക്കും 12ൽ 1% നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. അതിനാൽ ഇത് അത്ര എളുപ്പമുള്ള എക്സാം അല്ല. ഞാൻ നിങ്ങളോട് തുറന്നു പറയട്ടെ, വളരെ കഠിനമായ ഒരു എക്സാം ആണ് ഇത്. നിങ്ങൾ കഴിഞ്ഞ പല വർഷങ്ങളായി ഫിനാൻഷ്യൽ ഡിസ്ട്രിബ്യൂഷനിലും മ്യൂച്വൽ ഫണ്ട്സും ഡിസ്ട്രിബ്യൂഷനിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ എക്സാമിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. കാരണം ഇവ വളരെ ടെക്നിക്കൽ ആയ കാര്യങ്ങളാണ്. അതിനാൽ ഇന്നത്തെ വീഡിയോ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ എക്സാം പാസ്സാക്കാൻ സഹായിക്കുന്ന ടിപ്സ് നൽകാനാണ് പോകുന്നത്. അതിനാൽ നമുക്ക് തുടങ്ങാം. ആദ്യം ഈ എക്സാമിൻ്റെ ഘടന നിങ്ങൾക്ക് വിശദമായി പറയുന്നു. എക്സാമിൻ്റെ ഘടനയും എങ്ങനെ എക്സാം വരുന്നു എന്നതും നോക്കൂ. മുഴുവൻ എക്സാമിൻ്റെ അടിസ്ഥാനമാണ് ഇക്വിറ്റി ഡെറിവേറ്റീവ്. ഞാൻ എൻ്റെ ഡെറിവേറ്റീവ് അതായത് ഫണ്ട്സിലുള്ള 6ാം അധ്യായത്തിൽ നിങ്ങളോട് ഇതിനകം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഡെറിവേറ്റീവ് എന്തിനാണ് ഉപയോഗിച്ചത്, എന്തിനാണ് ആരംഭിച്ചത് എന്നത് നിങ്ങൾക്ക് അറിയാം. ഹെഡ്ജിംഗ് ഉദ്ദേശത്തിനാണ് ഇത് ആരംഭിച്ചത്. അതിനാൽ മുഴുവൻ അടിസ്ഥാനവും ഞാൻ പരിപാടിയിൽ വിശദമായി പറയാം. പക്ഷേ ടിപ്പിൽ പറയേണ്ടത് ഇതാണ്: ഇവിടെ ഡെറിവേറ്റീവ് ആണ് മുഴുവൻ എക്സാം അടിസ്ഥാനമാക്കുന്നത്. നിങ്ങൾക്ക് ഡെറിവേറ്റീവ് കോൺസെപ്റ്റ് മാത്രം അറിയേണ്ടതാണ്. നിങ്ങൾ മനസ്സിലാക്കുന്ന കോൺസെപ്റ്റ് 3 വിഭാഗങ്ങളിലും ബാധകമാണ്. നിങ്ങൾക്ക് മനസ്സിലായാൽ ഡെറിവേറ്റീവ് എന്താണെന്ന്, അത് ഇക്വിറ്റി ഡെറിവേറ്റീവിൽ ബാധകമാകും. അതുപോലെ തന്നെ കറൻസി ഡെറിവേറ്റീവിലും ബാധകമാകും. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഡെറിവേറ്റീവിലും ബാധകമാകും. അതിനാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇക്വിറ്റി ഡെറിവേറ്റീവ് ആണ്. ഇക്വിറ്റി ഡെറിവേറ്റീവ് എന്നത് എവിടെയെങ്കിലും ഫ്യൂച്ചേഴ്സ്, കോളും പുട്ടും ഓപ്ഷനുകളും ആണ് സാധാരണയായി ഇൻവെസ്റ്റർമാർ ഉപയോഗിക്കുന്നത്. എന്നാൽ ഏറ്റവും കൂടുതൽ പ്രോബ്ലം വരുന്നത് കറൻസി ഡെറിവേറ്റീവ്സിലാണ്. കാരണം കറൻസി ഡെറിവേറ്റീവ് മുഴുവൻ ന്യൂമെറിക്കൽസ് അടിസ്ഥാനമാക്കിയാണ്. അവിടെ മുഴുവൻ ന്യൂമെറിക്കൽസ് മാത്രമേ വരൂ. ഫസ്റ്റ് കണക്കുകൾ കണ്ടെത്താനാണ് വരുന്നത്. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത് ഇൻട്രസ്റ്റ് ഡെറിവേറ്റീവിലാണ്. കാരണം ബോണ്ട്, ഫിക്സ്ഡ് ഇൻകം എന്ന ടെർമിനോളജി ആളുകൾക്ക് അത്രയൊന്നും അറിയില്ല. കാരണം ഡെറ്റ് അല്ലെങ്കിൽ ഫിക്സ്ഡ് ഇൻകം കുറച്ച് ആളുകൾ മാത്രമാണ് കേൾക്കാറുള്ളത്. കുറച്ച് ആളുകൾ മാത്രമാണ് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്. കാരണം കുറച്ച് റിട്ടേൺ മാത്രമാണ് കിട്ടുന്നത്. എന്നാൽ ശരിയായ ആസൂത്രണത്തോടെ കാര്യങ്ങൾ ചെയ്താൽ ഡെറ്റ് പോലും നല്ല ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ക്ലാസ് ആകാം. ഇവിടെ അടിസ്ഥാനമാക്കുന്നത് എന്ന് പറയുന്നത് ഡെറിവേറ്റീവ്സ് ആണ്. അതിനാൽ ഈ 3 കാര്യങ്ങളാണ്: ഇക്വിറ്റി ഡെറിവേറ്റീവ്, കറൻസി ഡെറിവേറ്റീവ്, ഇൻട്രസ്റ്റ് ഡെറിവേറ്റീവ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇക്വിറ്റി ഡെറിവേറ്റീവ് ആണ്. ഏറ്റവും ആദ്യം നിങ്ങൾക്ക് ഇക്വിറ്റി ഡെറിവേറ്റീവ്സ് എന്ന പുസ്തകം വായിക്കേണ്ടി വരും. ഇതാണ് എൻ്റെ നിർദ്ദേശം. ഇതാണ് ഈ എക്സാമിൻ്റെ ടിപ്പ്. ഇതാണ് ട്രിക്കി.
ഡെറിവേറ്റീവ്സ് നിങ്ങൾക്ക് അറിയേണ്ടതാണ്. ഇക്വിറ്റി ഡെറിവേറ്റീവ്സ് എന്ന പുസ്തകം മുഴുവൻ വായിക്കണം, അവിടെ ഒന്നും വിട്ടുവിടരുത്. മുഴുവൻ കോൺസെപ്റ്റ് മുതൽ എങ്ങനെ ആരംഭിച്ചു, ഹെഡ്ജിംഗ് എന്താണ്, സ്പെക്കുലേഷൻ എന്താണ്, കോളും പുട്ടും ഓപ്ഷനും എന്നിവയെക്കുറിച്ച് പഠിക്കണം. ലൈവായി മാർക്കറ്റിൽ പോയി നിങ്ങളുടെ സ്വന്തം വിമാറ്റ് അക്കൗണ്ട് തുറന്ന് കോളും പുട്ടും ഓപ്ഷനുകളിൽ ട്രേഡ് ചെയ്ത് നോക്കൂ, എങ്ങനെ ട്രേഡിംഗ് നടക്കുന്നു എന്ന് നേരിട്ട് അനുഭവം നേടൂ. അപ്പോൾ നിങ്ങൾ പ്രായോഗികമായി കാര്യങ്ങൾ ആരംഭിക്കുമ്പോൾ എങ്ങനെ ഇക്വിറ്റി ഡെറിവേറ്റീവ്സ് പ്രവർത്തിക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. രണ്ടാമത്തേത് കറൻസി ഡെറിവേറ്റീവ്സ്. കറൻസി ഡെറിവേറ്റീവ്സ് മുഴുവനും ന്യൂമെറിക്കൽസ് ആണ്. അവിടെ യുഎസ്ഡിയുടെ മൂവ്മെൻറ്റ് എന്താണ്, എല്ലാ പ്രധാന കറൻസികളുടെയും മൂവ്മെൻറ്റ് എങ്ങനെയാകും എന്നതൊക്കെ പഠിക്കണം. ഞാൻ ഇന്ന് ഇന്ത്യയിൽ ആണെങ്കിൽ എനിക്ക് യുഎസിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം? അല്ലെങ്കിൽ ഒരു യുഎസ് ഇൻവെസ്റ്റർ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ കറൻസിയിലെ മൂവ്മെൻറ്റ് എങ്ങനെ അവൻ്റെ റിട്ടേണിൽ ബാധിക്കും എന്നതും മനസ്സിലാക്കണം. ഇതുപോലുള്ള ചോദ്യങ്ങൾ ഇവിടെ വരും. ഇവിടെ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കൂടാതെ മൂന്നാമത്തേത് ഇൻഡസ്ട്രി ഡെറിവേറ്റീവ്സ്, അതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഡെറിവേറ്റീവ്സിൽ നിങ്ങൾക്ക് വളരെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കൂടാതെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ആളുകൾക്ക് ഇൻട്രസ്റ്റ് ഡെറിവേറ്റീവ്സിലാണ് വരുന്നത്, കാരണം അവിടെ ഫിക്സ്ഡ് ഇൻകം കുറവാണ്, ബോണ്ടുകളുടെ ടെർമിനോളജിയാണ് അതിൽ ഉപയോഗിക്കുന്നത്. അതിനാൽ അതെല്ലാം ഞാൻ എൻ്റെ ചാപ്റ്ററിൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായി വിശദീകരിക്കും. ഞാൻ ഇൻട്രസ്റ്റഡ് ഡെറിവേറ്റീവ്സിൻ്റെ പ്രോപ്പർ വീഡിയോ ഉണ്ടാക്കുമ്പോൾ അതിൽ നിങ്ങൾ ശ്രദ്ധയോടെ കേട്ട് മനസ്സിലാക്കണം. അതുകൊണ്ട് എൻ്റെ ആദ്യത്തെ നിർദ്ദേശവും ടിപ്പും എല്ലാവർക്കും ഇതാണ്: ഇക്വിറ്റി ഡെറിവേറ്റീവ്സിൻ്റെ ബുക്ക് ഒരിക്കലും ഉപേക്ഷിക്കരുത്. ഇനി എക്സാം എഴുതാൻ പോകുന്നവർക്ക് ഷോർട്ട് നോട്ട് മാത്രം മതിയാവില്ല, മുഴുവൻ കരിക്കുലം ശ്രദ്ധയോടെ പഠിക്കണം. അതിലും നല്ല കാര്യം, മുഴുവൻ കരിക്കുലത്തിൻ്റെ വീഡിയോ ഞാൻ ഉണ്ടാക്കി എൻ്റെ സെൻട്രിശാല ചാനലിൽ പോസ്റ്റ് ചെയ്യും. EMSൻ്റെ 12 ചാപ്റ്ററുകളുടെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്ത പോലെ തന്നെ. മുഴുവൻ ഇക്വിറ്റി ഡെറിവേറ്റീവ്സ് കരിക്കുലം സീരീസിൽ ഉള്ള 11 ചാപ്റ്ററുകൾ ഞാൻ ഡെറിവേറ്റീവ്സ് വിഭാഗത്തിൽ ചേർക്കും. വിശ്വസിക്കൂ, ആദ്യത്തെ 6 ചാപ്റ്ററുകൾ, അതായത് അടിസ്ഥാന ചാപ്റ്ററുകൾ, അവയിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതുണ്ട്. ഏറ്റവും ലളിതമായ ഭാഷയിൽ ഉദാഹരണങ്ങൾ ഉപയോഗിച്ച് വിശദീകരിക്കാൻ ഞാൻ ശ്രമിക്കും. രണ്ടാമതായി, ചോദ്യങ്ങൾ വളരെ വ്യക്തമായ രീതിയിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. പരീക്ഷയിൽ വരുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്ക് കാണാം. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഇക്വിറ്റി ഡെറിവേറ്റീവ്സിൽ നിന്നാണ് വരുന്നത്. ഞാൻ പരീക്ഷ എഴുതുമ്പോൾ കണ്ടത് മൊത്തം ഒരു 150 ചോദ്യങ്ങളിൽ ഏകദേശം 70 മുതൽ 80 വരെ അർത്ഥത്തിലധികം ചോദ്യങ്ങൾ ഇക്വിറ്റി ഡെറിവേറ്റീവ്സിൽ നിന്നായിരുന്നു. അതിനുശേഷം 50 മുതൽ 60 വരെ ചോദ്യങ്ങൾ കറൻസി ഡെറിവേറ്റീവ്സിൽ നിന്നായിരിക്കും, പിന്നെ ഏകദേശം 30 ചോദ്യങ്ങൾ മറ്റുള്ളവയിൽ നിന്നായിരിക്കും. ഇൻട്രസ്റ്റ് റേറ്റ് ഡെറിവേറ്റീവ്സ് വളരെ കഠിനമാണ്, പക്ഷേ അവിടെയുള്ള ചോദ്യങ്ങൾ കുറച്ച് മാത്രമേ ചോദിക്കപ്പെടാറുള്ളൂ. അതിനാൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് റേറ്റ് ഡെറിവേറ്റീവ്സ് ബുക്ക് വായിക്കേണ്ടതില്ല, അല്ലെങ്കിൽ കുറച്ച് മാത്രം വായിച്ചാൽ മതി, പക്ഷേ പൂർണ്ണമായും മനസ്സിലാക്കുകയും ആഴത്തിൽ വായിക്കുകയും ചെയ്യണം. ഇത് പ്രധാനപ്പെട്ടതാണ്. ഇത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. ഈ ചോദ്യങ്ങൾ കൂടുതലായി ഇക്വിറ്റി ഡെറിവേറ്റീവ്സിൽ നിന്നാണ് വന്നതെന്ന് ഞാൻ അനുഭവപ്പെട്ടു. അതിനുശേഷം രണ്ടാമത് കറൻസി ഡെറിവേറ്റീവ്സിൽ നിന്നാണ് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നത്, പിന്നെ മൂന്നാമത് ഡെറിവേറ്റീവ്സിൽ നിന്നാണ് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നത്. അതിനാൽ ഈ അനുസരണ പ്രകാരം നമുക്ക് കുറച്ച് കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതുണ്ട്. ഇക്വിറ്റി ഡെറിവേറ്റീവ്സ് സംബന്ധിച്ച് ഈ പരീക്ഷയിൽ നല്ല കാര്യം അത്രമേൽ ഓവർലാപ്പിംഗ് കൂടുതലാണ് എന്നതാണ്. ഓവർലാപ്പിംഗ് എന്നത് അർത്ഥം ഒരു ഡെറിവേറ്റീവ്സിൻ്റെ കോൺസെപ്റ്റ് മൂവരും ബാധകമാണ്. നിങ്ങൾക്ക് ഒരു ഡെറിവേറ്റീവ്സ് എന്താണ്, അതിൻ്റെ നിർവചനം എന്താണ് എന്നത് മനസ്സിലായാൽ ആ നിർവചനം മൂവർക്കും ബാധകമാണ്, നിങ്ങളുടെ ഇക്വിറ്റി ഡെറിവേറ്റീവ്സിനും കറൻസിക്കും, അതുപോലെ സെമി ഇൻട്രസ്റ്റ് ഡെറിവേറ്റീവ്സിനും. അതിനാൽ ഏറ്റവും നല്ല കാര്യം എന്തെന്നാൽ കാര്യങ്ങൾ വളരെ അധികം ഓവർലാപ്പ് ചെയ്യുന്നു. കോൺസെപ്റ്റ് ചാപ്റ്റർ എല്ലായിടത്തും ഏകദേശം ഒരുപോലെയാണ്. അതിനുശേഷം ട്രേഡിംഗ് മെക്കാനിസത്തിൽ കുറച്ച് വ്യത്യാസം വരും. അതിനുശേഷം കോർട്ട് ഓഫ് കോൺട്രാക്റ്റിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ജനറൽ ടേംസ്, അവയും ഒരുപോലെയായിരിക്കും. നിങ്ങളുടെ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് എങ്കിലും പലതും ഒരുപോലെയാണ്. അങ്ങനെയാണ് ഒരു രീതിയിൽ. ഇവിടെ ഒരു നല്ല കാര്യം കൂടിയുണ്ട്. നിങ്ങൾ ഒരു ഇക്വിറ്റി ഡെറിവേറ്റീവ്സിൻ്റെ മുഴുവൻ പുസ്തകവും വായിച്ചാലും അതിനുശേഷം നിങ്ങൾ കാണും പല കാര്യങ്ങളും പിന്നെയും അതേപോലെ തന്നെ മുന്നോട്ട് പോകുമ്പോൾ കാണാം. പലപ്പോഴും ചോദ്യങ്ങൾ പോലും ആവർത്തിച്ച് വരാറുണ്ട്. നെഗറ്റീവ് മാർക്കിംഗ് എന്നത് ഒരു ആശങ്കയാണ്. ഓരോ തെറ്റായ ചോദ്യത്തിനും 10% 1% നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. നോക്കൂ, പരീക്ഷ വളരെ വലിയതാണ്. 3 മണിക്കൂർ നീളമുള്ള പരീക്ഷയാണ്. വിശ്വസിക്കൂ, പകുതി മണിക്കൂർ, 1 മണിക്കൂർ കഴിഞ്ഞാൽ തന്നെ കുറച്ച് ക്ഷീണം വരും. നാം കൂടുതൽ നേരം ഇരിക്കാനാവില്ല. 1 മണിക്കൂർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും, ഞാൻ ഇതുവരെ വെറും 30 മുതൽ 40 ചോദ്യങ്ങൾ മാത്രമാണ് ശ്രമിച്ചത്, ഇപ്പോഴും 120 ചോദ്യങ്ങൾ ബാക്കിയുണ്ട്, 130 ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. അതിനാൽ മുൻകൂട്ടി തന്നെ മനസ്സിൽ തയ്യാറായി പോകണം. നിങ്ങളുടെ ശ്രദ്ധാനില ഇവിടെ വളരെ ഉയർന്നതായിരിക്കണം. ആ 3 മണിക്കൂറിൻ്റെ മുഴുവൻ ശ്രദ്ധയും ഇവിടെ ആവശ്യമാണ്.
അതിനാലാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇതും ഒരു ട്രിക്കാണ്. ഈ പരീക്ഷ പാസ്സാകാൻ വേണ്ടിയുള്ള മറ്റൊരു വഴിയാണ്. നിങ്ങളുടെ ആത്മവിശ്വാസം ഉന്നതമായിരിക്കണം. അതുപോലെ തന്നെ 3 മണിക്കൂർ മുഴുവൻ ശ്രദ്ധയും വേണം. ഈ പരീക്ഷ 3 മണിക്കൂറിൽ തന്നെ നടക്കും. അതിൽ കൂടുതൽ സമയവും വേണ്ട, കുറവും വേണ്ട. അതിനാൽ വളരെ യുണീക്കായ രീതിയിൽ പരീക്ഷയെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് നെസം. വളരെ യുണീക്കായിട്ടാണ്. അതുപോലെ തന്നെ ചോദ്യങ്ങളും വളരെ വ്യത്യസ്തമായാണ് ഇവിടെ ചോദിക്കുന്നത്. കാരണം സെബി ഉറപ്പാക്കാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ നൈസം ഉറപ്പാക്കാൻ ആഗ്രഹിക്കുന്നു, ഈ ബിസിനസ്സിലേക്ക് വരുന്നവർ, സെഫ് വിതരണം ചെയ്യുന്നവർ അഥവാ ഈ വിഭാഗത്തിൽ ഉപദേശം നൽകുന്നവർ, അവർക്ക് ഈ സെഗ്മെന്റിന്റെ മുഴുവൻ അറിവും ഉണ്ടായിരിക്കണം. കാരണം ഇതിൽ കുറഞ്ഞത് 10 ലക്ഷം രൂപയുടെ നിക്ഷേപം വേണം. കൂടാതെ ഡെറിവേറ്റീവ്സ് എന്നത് റിസ്കിയുള്ള ഉൽപ്പന്നങ്ങളാണ്. അതിനാൽ വിൽക്കുന്നതിന് മുമ്പും വിതരണം ചെയ്യുന്നതിന് മുമ്പും നിങ്ങൾക്ക് പൂർണ്ണമായ അറിവ് ഉണ്ടായിരിക്കണം. മൂന്നാമതായി, ചോയ്സുകൾ വളരെ സാമ്യമുള്ളവയാണ്. കാണൂ, നിങ്ങൾക്ക് 3-4 ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങൾ ഉണ്ടാകും. അതിൽ 3 അല്ലെങ്കിൽ 4 ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കാൻ ലഭിക്കും. നിങ്ങൾക്ക് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കണം. നിങ്ങൾ കാണും, ചോയ്സുകൾ വളരെ സാമ്യമുള്ളവയാണ്. വളരെ ചെറിയ വ്യത്യാസം മാത്രമേ ഉണ്ടാകൂ. നിങ്ങൾ കണക്കുകൂട്ടി ഒരു ഉത്തരം കണ്ടെത്തിയാൽ ബാക്കി ഓപ്ഷനുകളും അതിൻ്റെ ചുറ്റുപാടിലായിരിക്കും. അതിനാലാണ് ഇവ എന്തുകൊണ്ടാണ് എന്നത്. അവർ നിങ്ങളെ കോൺസെപ്റ്റിൽ പരീക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. അവർ നോക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ചെയ്തത് ശരിയാണോ അല്ലയോ എന്നതാണ്. നിങ്ങൾ ചോദ്യം പരിഹരിച്ച് കണ്ടെത്തിയ ഉത്തരം ആ ഓപ്ഷനിലുണ്ടാകാം, പക്ഷേ അത് തെറ്റായിരിക്കാം എന്നതിൻ്റെ സാധ്യത കൂടുതലാണ്. അതിനാൽ നിങ്ങൾക്ക് ചോദ്യം ശരിയായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ എക്സാക്റ്റ് ആയി എന്താണ് ചോദിക്കുന്നത് എന്നത്. വളരെ യുണീക്ക് രീതിയിലാണ് പരീക്ഷ തയ്യാറാക്കിയിരിക്കുന്നത്. അതിനാൽ നിങ്ങൾക്ക് മുഴുവൻ ചോദ്യം വളരെ ശ്രദ്ധയോടെ വായിക്കണം. ഇത് എൻ്റെ നിർദ്ദേശമാണ്. ചോദ്യത്തിൻ്റെ പകുതി മാത്രം വായിച്ച് ഉത്തരം പിക്ക് ചെയ്യരുത്. ഇവിടെ എൻ്റെ രണ്ടാമത്തെ നിർദ്ദേശം ഇതാണ്. നിങ്ങൾ മുഴുവൻ ചോദ്യം വായിച്ചതിന് ശേഷം എല്ലാ ഓപ്ഷനുകളും വായിക്കണം. ഇത് അങ്ങനെ അല്ല. നിങ്ങൾക്ക് ആദ്യ ഓപ്ഷൻ, രണ്ടാം ഓപ്ഷൻ മാത്രം നോക്കിയാൽ മതി എന്നല്ല. നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നിയാൽ മൂന്നാമത്തെയും നാലാമത്തെയും ഓപ്ഷനുകൾ നോക്കാതെ പോകരുത്. മൂന്നാമത്തെയോ നാലാമത്തെയോ ഓപ്ഷൻ തന്നെ ശരിയായിരിക്കാം, അല്ലെങ്കിൽ താഴെ പറയുന്ന ഓപ്ഷനിൽ ബി ഓപ്ഷൻ മാത്രമേ ശരിയാകൂ എന്നിങ്ങനെയും വരാം. അതിനാൽ വളരെ ശ്രദ്ധയോടെ പരീക്ഷയിൽ മുഴുവൻ ചോദ്യം വായിച്ച് നൽകിയിരിക്കുന്ന 4 ഓപ്ഷനുകളോ 3 ഓപ്ഷനുകളോ എല്ലാം വായിക്കണം. അവയെ മുഴുവൻ വായിച്ച ശേഷം മാത്രമേ നിങ്ങൾ ടിക്ക് ചെയ്യാൻ പാടുള്ളൂ. നാലാമത്തേത്, നമുക്ക് ന്യൂമെറിക്കൽ ചോദ്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഈ പരീക്ഷയിൽ 60% ചോദ്യങ്ങളും ന്യൂമെറിക്കൽ ചോദ്യങ്ങളാണ്. അതായത് ഏകദേശം 92 മുതൽ 90 വരെ ചോദ്യങ്ങൾ ന്യൂമെറിക്കൽ അടിസ്ഥാനത്തിലുള്ളവയായിരിക്കും. അതിനാൽ നമുക്ക് ന്യൂമെറിക്കൽ ചോദ്യങ്ങൾ ചെയ്യരുത്, അല്ലെങ്കിൽ വെറും തിയറിയറ്റിക്കൽ ചോദ്യങ്ങൾ മാത്രം ചെയ്യാം എന്നൊന്നും ചിന്തിക്കാൻ കഴിയില്ല. നിങ്ങൾ അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് പാസ്സാകാൻ ഒരിക്കലും കഴിയില്ല. ന്യൂമെറിക്കൽ ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് പോകേണ്ടതുണ്ട്. ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോകളിൽ ഞാൻ നിങ്ങളെ പ്രാക്ടീസ് ചെയ്യിക്കും, ന്യൂമെറിക്കൽ ചോദ്യങ്ങൾ ചെയ്യിക്കുകയും ചെയ്യും. അതിനാൽ ന്യൂമെറിക്കൽ ചോദ്യങ്ങൾ നമുക്ക് ഒരിക്കലും വിട്ടുവിടാൻ പാടില്ല, കാരണം ഇതിൽ 90 മാർക്ക് നേടേണ്ടതുണ്ട്. നെഗറ്റീവ് മാർക്കിംഗോട് കൂടി 60%, അഥവാ ഒരു 150-ൽ നിന്ന് 90 മാർക്ക് നേടണം. അതിനാൽ നമുക്ക് മുഴുവൻ പരീക്ഷയും ഒരു 150 ചോദ്യങ്ങൾ മുഴുവനും ചെയ്യേണ്ടതില്ല. നമുക്ക് അത്രയും ആത്മവിശ്വാസം ഉണ്ടാകണം. 132 മുതൽ 135 ചോദ്യങ്ങൾ ചെയ്യാൻ, അതിൽ 20-25 തെറ്റായാലും. അങ്ങനെ ചെയ്താൽ നമുക്ക് ഏകദേശം 100 മുതൽ 105 മാർക്ക് വരെയെങ്കിലും കിട്ടും. അതിനാൽ നമുക്ക് പാസ്സാകാൻ കഴിയും. നമുക്ക് 80, 90, 100% മാർക്ക് വേണ്ടല്ല. ഇനി ഓർക്കണം, നമുക്ക് വേണ്ടത് പാസിംഗ് മാർക്കുകൾ മാത്രമാണ്. പക്ഷേ പാസിംഗ് മാർക്കുകൾക്കായി മാത്രം ശ്രമിക്കാനും പറ്റില്ല. അതിനാൽ കുറഞ്ഞത് 70 മുതൽ 75% മാർക്ക് വരെ ലക്ഷ്യമിടേണ്ടി വരും. 70% മാർക്ക് നേടാൻ നിങ്ങൾക്ക് 105 മുതൽ 110 വരെ മാർക്ക് നേടേണ്ടി വരും. 105 മുതൽ 110 വരെ മാർക്ക് നേടാൻ കുറഞ്ഞത് ഒരു 120 മുതൽ ഒരു 150 ചോദ്യങ്ങൾ ശരിയായി ചെയ്യേണ്ടി വരും. അതിനാലാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, ആ ഒരു 150 മാർക്കിൽ നിങ്ങൾ ശ്രമിക്കണം. ഒരു 110 ചോദ്യങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണമായും ശരിയാക്കാൻ. അതിൽ നിന്ന് 30 ചോദ്യങ്ങൾ നിങ്ങൾക്ക് അറിയില്ലായിരിക്കാം. അത്രയും കഠിനമായിരിക്കും, വളരെ സമയം എടുക്കുന്ന ചോദ്യങ്ങളായിരിക്കും. അതിനാൽ അവ നിങ്ങൾ വിട്ടു പോകേണ്ടി വരും. ചില ചോദ്യങ്ങൾ വരും, അതിൽ മുഴുവൻ ഡാറ്റ നൽകിയിരിക്കും. അത്തരം ചോദ്യങ്ങൾ നിങ്ങൾ വിട്ടുപോകുകയോ അല്ലെങ്കിൽ ഏറ്റവും അവസാനം ചെയ്യുകയോ ചെയ്യണം, കാരണം അവ നിങ്ങളുടെ സമയം കൂടുതൽ കളയും. അതിനാൽ വലിയ ചോദ്യങ്ങൾ അവസാനത്തേക്ക് വയ്ക്കുക. പക്ഷേ ന്യൂമെറിക്കൽ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യേണ്ടതായിരിക്കും. അതിനാൽ നിങ്ങൾക്ക് വളരെ പ്രാക്ടീസ് ആവശ്യമുണ്ട്. അഞ്ചാമത്തേത്, എളുപ്പമുള്ള ചോദ്യങ്ങൾ ആദ്യം ചെയ്യാൻ ശ്രമിക്കുക. മുഴുവൻ പരീക്ഷയിലുടനീളം നോക്കൂ. ഞാൻ ഇപ്പോൾ പറയാം, 50 ചോദ്യങ്ങൾ 10 സെക്കൻഡിനുള്ളിൽ തന്നെ ചെയ്യാൻ കഴിയുന്നവ ആയിരിക്കും. 10 സെക്കൻഡ് കൊണ്ട് നിങ്ങൾ ചോദ്യവും ഓപ്ഷനുകളും നോക്കി ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കാം. 50 ചോദ്യങ്ങൾ പൂർണ്ണമായും നേരിട്ടുള്ളവായിരിക്കും. അതിൽ ബുദ്ധി ഉപയോഗിക്കേണ്ടതില്ല. അത്തരം ചോദ്യങ്ങൾ ആദ്യം ചെയ്യണം. അതിനാൽ ഒരു പരീക്ഷ എഴുതാനുള്ള രീതിയാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറയാൻ പോകുന്നത്.
വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കണം, നിങ്ങൾക്ക് ചോദ്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. നിങ്ങൾ ഒരു ചോദ്യത്തിൽ ടിക്ക് ചെയ്തു, രണ്ടാമത്തെ ചോദ്യം നിങ്ങൾക്ക് അല്പം പോലും മനസ്സിലാകുന്നില്ലെങ്കിൽ അതിനെ വിട്ട് മുന്നോട്ട് പോവുക, അതിനെ റിവ്യൂവിലേക്ക് ഇടുക. മൂന്നാമത്തേത്, നാലാമത്തേത്, ഇങ്ങനെ മുഴുവൻ പേപ്പറും ചെയ്യാം. 50-60 ചോദ്യങ്ങൾ ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നവ ആയിരിക്കും. അതിനുശേഷം വീണ്ടും തുടങ്ങുക. അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയിൽ അറിയാൻ കഴിയും, ഈ 50 ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞു, ഇവയാണ് ബാക്കി ചോദ്യങ്ങൾ. അതിനുശേഷം റിവ്യൂവിലേക്ക് ഇട്ട ചോദ്യങ്ങളിൽ നിന്ന് വീണ്ടും തുടങ്ങാം. ഇങ്ങനെ പരീക്ഷയെ സമീപിച്ചാൽ നിങ്ങൾക്ക് സമയം സംരക്ഷിക്കാനും കഴിയും, കൂടാതെ നിങ്ങളുടെ ആത്മവിശ്വാസം കൂടി ഉയരും, സമ്മർദ്ദം കുറയും. അതിനാൽ ഞാൻ നിങ്ങളെ ഒരു നല്ല ടിപ്പ് നൽകുകയാണ്. പരീക്ഷ എഴുതുമ്പോൾ ഏറ്റവും അവസാനം ഞാൻ സ്വയം പിന്തുടരുന്ന ഒരു ടിപ്പുണ്ട്, പ്രോസസ് ഓഫ് എലിമിനേഷൻ. പലപ്പോഴും നമുക്ക് ശരിയായ ഉത്തരമറിയില്ലെങ്കിലും 2 ഓപ്ഷനുകളിൽ കൺഫ്യൂഷൻ ഉണ്ടാകാം, അല്ലെങ്കിൽ ശരിയായ ഉത്തരമറിയില്ലെങ്കിലും ഒരൊറ്റ ഓപ്ഷൻ എളുപ്പത്തിൽ ഒഴിവാക്കാൻ കഴിയാം, അല്ലെങ്കിൽ 2 ഓപ്ഷനുകൾ മാത്രം ബാക്കി വരാം. അപ്പോഴെല്ലാം പ്രോസസ് ഓഫ് എലിമിനേഷൻ പരീക്ഷിക്കാൻ ശ്രമിക്കുക. ഈ പ്രക്രിയ ഉപയോഗിച്ചും നിങ്ങൾക്ക് ഈ പരീക്ഷ പാസ്സാക്കാൻ കഴിയും. അപ്പോൾ ഗൈസ്, ഇതായിരുന്നു സേഫ് സ്പെഷ്യലൈസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്സ് പരീക്ഷ പാസ്സാക്കാനുള്ള ടിപ്പുകളും ട്രിക്കുകളും. ഇന്ത്യയിൽ ഈ പരീക്ഷ പാസ്സാക്കുന്നത് 22 ഡിസ്ട്രിബ്യൂട്ടർമാർക്കും സെഫ് വിൽക്കേണ്ട, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട, അഡ്വൈസ് ചെയ്യേണ്ട അഡ്വൈസർമാർക്കും നിർബന്ധിതമാണ്. പരീക്ഷ പാസ്സാക്കിയ ശേഷം മാത്രമേ അവർക്ക് ലൈസൻസ് ലഭിക്കൂ. അതിനാൽ ഈ പരീക്ഷ പാസ്സാക്കാൻ സഹായിക്കുന്ന ചില ടിപ്പുകൾ തന്നെയാണ് ഞാൻ പങ്കുവച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കൂടാതെ നിങ്ങളുടെ ചാനൽ സെൻറ്ററി ശാലയെയും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഹംഫിയുടെ മറ്റ് വീഡിയോകൾ കാണാൻ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യൂ. നസം 5 മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർ പരീക്ഷയുടെ വീഡിയോകൾ കാണാനും ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. നെസസെറ്റ് പരീക്ഷയുടെ മുഴുവൻ ചാപ്റ്റർ വൈസ് വീഡിയോകൾ ഈ ചാനലിൽ ലഭ്യമാണ്. ഈ വീഡിയോകൾ പ്രധാന ഭാഷകളിൽ റിലീസ് ചെയ്യുന്നതാണ്. അതെ, ഈ വീഡിയോ 7 ഭാഷകളിൽ റിലീസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. വളരെ നന്ദി.